നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം പ്രധാന തലക്കെട്ടുകൾ. മലപ്പുറം വളാഞ്ചേരി പാടശേഖരത്തിലെ കർഷകർ ദുരിതത്തിൽ. 60 ഏക്കർ പുഞ്ചകൃഷി നാശത്തിന്റെ വക്കിൽ. പ്രതിസന്ധിക്ക് കാരണം ദേശീയപാതാ നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച അഴുക്കുചാലുകൾ. കോതമംഗലം വെറ്റിലപ്പാറയിൽ തുടർച്ചയായി കാട്ടാന ആക്രമണം. റബ്ബർ തൈകളും ഫെൻസിംഗും നശിപ്പിച്ചു. ഒരു മാസത്തിനിടെ കാട്ടാന കൃഷി നശിപ്പിച്ചത് 3 തവണ. നെടുങ്കണ്ടത്ത് പെട്രോൾ പമ്പിലെ അറ്റകുറ്റപ്പണികൾക്കിടെ യുവാവ് മരിച്ച സംഭവത്തിൽ പരാതിയുമായി കുടുംബം. കരാറുകാരൻ സുരക്ഷ ഒരുക്കിയില്ലെന്ന് പരാതി. ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകി മരിച്ച ജെബിന്റെ പിതാവ്. നഗരസഭയുടെ പേരിൽ സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് തുടങ്ങി പണം പിരിച്ചു. പുനലൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെതിരെ നടപടി. ബിനോയ് രാജൻ 15 ദിവസത്തിനകം പണം തിരിച്ചടയ്ക്കണമെന്ന ഓംബുഡ്സ്മാൻ. വാർത്തകൾ വിശദമായി നോക്കാം. മലപ്പുറം കുറ്റിപ്പുറം കടകശ്ശേരി വെള്ളാഞ്ചേരി പാടശേഖരത്തിലെ കായൽ പ്രദേശത്തെ 60 ഏക്കറോളം വരുന്ന പുഞ്ചകൃഷി നാശത്തിന്റെ വക്കിൽ. വെള്ളം പാടത്തേക്ക് ഒഴുകിയെത്തുന്നതാണ് കൃഷി നശിക്കാൻ കാരണം. മലിനജലമടക്കം കൃഷിയിടത്തിലേക്ക് എത്തിയതോടെ ആശങ്കയിലാണ് ഇവിടത്തെ കർഷകർ. 150 ഏക്കറോളം വരുന്ന പാടശേഖരത്തെ 60 ഏക്കറോളം സ്ഥലത്താണ് പുഞ്ചകൃഷി ചെയ്യുന്നത്. ഇവിടേക്കാണ് ദേശീയപാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി പുതുതായി നിർമ്മിച്ച അഴുക്കുചാലുകൾ കൃഷിയിടങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നത്. റോഡ് നവീകരണം പൂർത്തിയായതോടുകൂടി മധുരശ്ശേരി റോഡ് മുതൽ അയക്കലം വരെ വരുന്ന ഭാഗത്തെ വെള്ളം ഡ്രൈനേജിലൂടെ കുത്തിയൊലിച്ച് വെള്ളാച്ചേരി പാടശേഖരത്തിലേക്ക് എത്തുന്ന അവസ്ഥയാണ്. ഇതുമൂലം 30ഓളം കർഷകരാണ് വിഷമത്തിലായിരിക്കുന്നത്. അതുമാത്രമല്ല, കുറെ ചപ്പും ചവറും കീസിയും കവറെല്ലാം ഈ വെള്ളത്തിൽ വന്ന് അടഞ്ഞിട്ട് ട്രാക്ടർ പൂട്ടുമ്പോൾ പോലും ആ കൃഷിയുടെ വളം പോലും മണ്ണ് പോലും നശിച്ചു പോവുക. അങ്ങനെയാണ് ഇത് നശിക്കുന്നത്. അങ്ങനെ ഇവർ ഒരുപാട് പണ്ടം പണയം വെച്ച് ഇപ്പൊ അത് തിരിച്ചെടുക്കാൻ കഴിയാത്തൊരു കഷ്ടതയിലാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. സ്വർണ്ണാഭരണങ്ങളടക്കം പണയപ്പെടുത്തിയും കടം വാങ്ങിയുമാണ് പലരും കൃഷി ഇറക്കിയിട്ടുള്ളത്. വേനൽ മഴയിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കുത്തിയൊലിച്ചെത്തിയതോടെ പ്രദേശത്ത് മുട്ടിനൊപ്പം വെള്ളം നിൽക്കുന്ന അവസ്ഥയാണ്. ഇതുമൂലം 60 ഏക്കറോളം സ്ഥലത്തെ നെൽകൃഷി കൊയ്തെടുക്കാൻ കഴിയാതെ വിഷമിക്കുകയാണ് കർഷകർ. പാടശേഖരത്തെ മറ്റു പ്രദേശങ്ങളിൽ കൊയ്ത്ത് പുരോഗമിക്കുന്നുണ്ട്. വേനൽ മഴ തുടർന്ന് പെയ്തു കഴിഞ്ഞാൽ വീണ്ടും വെള്ളം ഉയരുകയും നെൽക്കതിരുകൾ മുളച്ച് നാശമാവുകയും ചെയ്യും. മുളച്ച നെല്ല് ഏജൻസികൾ എടുക്കാത്തതിനാൽ നഷ്ടം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിധം കർഷകരെ പ്രതിസന്ധിയിലാക്കും. കർഷകരുടെ ഈ ദുരിതത്തിന് അധികൃതർ ശാസ്ത്രീയമായ പരിഹാരം കാണണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 തിരൂർ. കോതമംഗലം വെറ്റിലപ്പാറയിൽ കാട്ടാന ആക്രമണം. റബ്ബർ തൈകളും ഫെൻസിംഗും കാട്ടാന നശിപ്പിച്ചു. ഒരു മാസത്തിനിടെ ഇത് 3ാം തവണയാണ് കാട്ടാന ആക്രമണം നടത്തുന്നത്. 1 വർഷം പ്രായമുള്ള 50ഓളം റബ്ബർ തൈകളാണ് കാട്ടാനാക്രമണത്തിൽ വെറ്റിലപ്പാറ സ്വദേശി തോമസിന് നഷ്ടമായത്. കോതമംഗലം മേഖലയിൽ കാട്ടാനശല്യം വളരെ രൂക്ഷമാണ്. സോളാർ ഫെൻസ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും മരങ്ങൾ അവയ്ക്ക് മുകളിലൂടെ തള്ളിയിട്ട ശേഷമാണ് ആനകൾ പറമ്പിലേക്ക് കയറുന്നത്. 3 വർഷത്തോളമായി കാട്ടുമൃഗങ്ങളുടെ ശല്യം വളരെ കൂടുതലാണ് എന്നും കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന തങ്ങൾക്ക് കൃഷിപ്പണി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നും വീട്ടമ്മ മോളി തോമസ് പറഞ്ഞു. ഇപ്പൊ 2-3 വർഷമായിട്ട് ഭയങ്കര കാട്ടുമൃഗങ്ങളുടെ ശല്യം കൂടുതലാണ്. ആന ഇപ്പോൾ 3 പ്രാവശ്യം തോട്ടത്തിൽ കയറി. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കയറിയപ്പോൾ തന്നെ 10-45 തൈ കളഞ്ഞായിരുന്നു. റീപ്ലാന്റ് ആണ്. അപ്പം പിന്നെ അതിന് ഇലക്ട്രിക് ഫെൻസിങ് കിട്ടി. ഇലക്ട്രിക് ഫെൻസിൻ്റെ അതും തകർത്ത് ഇപ്പം കയറി 10-50 തൈയോളം നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഭയങ്കര കൃഷിനാശങ്ങളാണ് ഞങ്ങൾക്ക് വരുത്തുന്നത്. കഴിഞ്ഞ ദിവസത്തെ കാറ്റത്ത് തേക്ക് മരം മറിഞ്ഞു വീണ് ഫെൻസിംഗ് തകർന്നിരുന്നു. ഇതുമൂലം കാട്ടാനയ്ക്ക് പറമ്പിൽ കയറാൻ എളുപ്പമാർഗമായി. ഈ മാസം തന്നെ ഇത് 3ാം തവണയാണ് കാട്ടാന റബ്ബർ തൈകൾ നശിപ്പിക്കുന്നത്. ന്യൂസ് 18 കോതമംഗലം. ഫെഫ്ക യോഗത്തിൽ ബഹളം. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആൻഡ് ഹെയർ സ്റ്റൈലിസ്റ്റുകളുടെ യോഗമാണ് ബഹളത്തിൽ കലാശിച്ചത്. സസ്പെൻഷനിലുള്ള മനീഷ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയതിനെ ചൊല്ലിയാണ് തർക്കമുണ്ടായത്.
അറിയിച്ചേണ്ട കാര്യമാണെന്ന് വിചാരിച്ചു. ജനറൽ തുടങ്ങി അതിന് കൃത്യമായി മറുപടികൾ ലഭിക്കുന്നത് തരുന്നതായിരിക്കും. ആജ്ഞ രവീന്ദ്രനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആജ്ഞ, മനീഷയെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു, വീണ്ടും ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നു. എന്താണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ദിൽന, അമൽ എന്ന് പറയുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെതിരെ നേരത്തെ ഈ സെക്ഷൽ അബ്യൂസുമായി ബന്ധപ്പെട്ടുള്ള പരാതി ഉണ്ടായിരുന്നു. നടപടി എടുക്കാമെന്ന് സംഘടന പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോഴും അയാൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതായത് ഈ പരാതികൾക്ക് അടിസ്ഥാനമായി നടപടികൾ എടുക്കുന്നില്ല എന്നതിനെ ചൊല്ലി മനീഷയും ഈ സംഘാംഗങ്ങളും തമ്മിൽ നേരത്തെ തർക്കമുണ്ടായിരുന്നു. ഈ തർക്കത്തെ തുടർന്നാണ് ഇപ്പോൾ യോഗത്തിൽ ബഹളം ഉണ്ടായിരിക്കുന്നത്. അതായത് അതേ തുടർന്ന് ആ തർക്കത്തെ തുടർന്ന് മനീഷയെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതേസമയം ജനറൽ ബോഡിയിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് സസ്പെൻഷൻ പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ അവരുടെ ഒരു പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് രാവിലെ ഇവരെല്ലാവരും ഒന്നിച്ചു ചേർന്നതാണ്. അപ്പോൾ അതേ തുടർന്നാണ് ജനറൽ ബോഡി യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ജനറൽ ബോഡിയിൽ മനീഷ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുള്ള ബഹളമാണ്. അതേസമയം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ രാപ്പകൽ സമരം നടത്തിയിരുന്നു. ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് രാപ്പകൽ സമരം നടത്തിയിരുന്നു. അത് മനീഷയുടെ നേതൃത്വത്തിലായിരുന്നു രാപ്പകൽ സമരം നടത്തിയത്. ഇത്തരം പ്രശ്നങ്ങളാണ് തനിക്കെതിരെ ഉന്നയിക്കുന്നതെന്നാണ് മനീഷ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ മനീഷയെ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു വിഭാഗം ഈ യോഗത്തിൽ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ബന്ധപ്പെട്ട് അത്തരം റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് അത്തരം പരാതികൾ നിരന്തരം ഉന്നയിക്കുകയും അതിനൊന്നും പരിഹാരമുണ്ടാകാതെ മാധ്യമങ്ങളോട് ഈ ഫെഫ്കയിലെ അംഗങ്ങൾ ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നതിന് വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു. ഫെഫ്കയിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഫെഫ്കയിൽ തന്നെ. അപ്പോ അതിനുശേഷമാണ് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ പ്രശ്നം പരിഹരിക്കാമെന്നുള്ള ഒരു തരത്തിലേക്ക് ഒരു മീറ്റിംഗിലേക്ക് അത്തരം ഒരു മീറ്റിംഗിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇങ്ങനെ ഒരു സമവായത്തിൽ എത്തിയ ശേഷമാണ് പിന്നീട് മനീഷയെ, അതായത് ഈ നേരത്തെ ലൈംഗികാരോപണം ഉന്നയിച്ച അമൽ എന്ന് പറയുന്ന ആളെ മീറ്റിംഗിൽ തുടരാൻ ഫെഫ്കയുടെ അംഗത്വത്തിൽ തുടരാൻ അനുവദിക്കുന്നു, അയാൾക്കെതിരെ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ള പരാതി ഉന്നയിച്ചതിനെ തുടർന്നാണ് മനീഷയെ സസ്പെൻഡ് ചെയ്തത്. മനീഷയെ സസ്പെൻഡ് ചെയ്ത ശേഷവും ഇപ്പോൾ ഈ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ഓഫീസ് ഉദ്ഘാടനമായിരുന്നു. ദിലീപിനെ ആയിരുന്നു ഓഫീസ് ഉദ്ഘാടനത്തിനായി ഫെഫ്ക തീരുമാനിച്ചിരുന്നത്. പക്ഷേ ബന്ധപ്പെട്ടുള്ള വിചാരണ നേരിടുന്നത് കൊണ്ട് ദിലീപിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാൻ പറ്റില്ല എന്നൊരു വിഭാഗം പ്രശ്നമുണ്ടാക്കിയ തുടർന്ന് അത് ഉദ്ഘാടനം ആസിഫ് അലിയാണ് നിർവഹിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിൽ ഇപ്പോഴും ബഹളം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഫെഫ്കയുടെ മീറ്റിംഗിലാണ് ബഹളം ഉണ്ടായിരിക്കുന്നത്. മനീഷയെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. മനീഷ ഇപ്പോൾ യോഗത്തിൽ പങ്കെടുത്തതിനെ തുടർന്നാണ് അവിടെ ഒരു യോഗത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇതിനെ തുടർന്ന് യോഗം നിർത്തിവെച്ചിരിക്കുകയാണ്. കാസർഗോഡ് ബേഡകത്ത് കുണ്ടംകുഴിയിൽ വൻ തീപിടുത്തം. കുണ്ടംകുഴി പഞ്ചലിംഗേശ്വര ക്ഷേത്രം റോഡിൽ പ്രവർത്തിക്കുന്ന ശിവഗംഗ ഹാർഡ്വേഴ്സിലാണ് തീപിടിച്ചത്. കെ വി ബൈജു ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ബൈജു, തീപിടുത്തത്തിന്റെ കാരണം എന്തെങ്കിലും അറിയുമോ? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ദില്ല സൂചിപ്പിച്ചതുപോലെ തന്നെ ബേഡകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുണ്ടംകുഴി പഞ്ചലിംഗേശ്വര ക്ഷേത്രം റോഡിൽ പ്രവർത്തിക്കുന്ന ശിവഗംഗ ഹാർഡ്വെയർസിലാണ് വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത്. ഈ സ്ഥാപനത്തിനകത്തുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. തയ്യൽ തൊഴിലാളിയാണ് ഇയാൾ. പുരുഷു എന്ന് പറയുന്ന ഇയാളെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറ്റിക്കോലിൽ നിന്നും എത്തിയ ഫയർഫോഴ്സും ഒപ്പം ബേഡകം പോലീസും നാട്ടുകാരും ഒക്കെ ഇപ്പോൾ തീ കെടുത്താനുള്ള ശ്രമം തുടരുകയാണ്. പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. ഈ കടയിലെ വെൽഡിംഗ് ജോലിക്കിടയിൽ വീണ തീപ്പൊരിയാണ് ഇത്തരത്തിൽ അപകടത്തിന് ഇടയാക്കിയെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കടയുടെ അകത്തുണ്ടായിരുന്ന പെയിന്റ്, തിന്നർ അടക്കമുള്ള മുഴുവൻ സാധനങ്ങളും കത്തി നശിച്ചിട്ടുണ്ട്. ഏതായാലും ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. തീ പൂർണ്ണമായും ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും വലിയൊരു തീപിടുത്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതില്ല. ആളപായം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കെ വി ബൈജു?
ഇതിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് തീപിടുത്തത്തിന്റെ ആഘാതം കൂട്ടിയത്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു തയ്യൽ തൊഴിലാളിയാണ്. ഇയാൾ പുരുഷു എന്നാണ് പേര്. ഇയാളെ കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഇയാൾ പരിക്ക് അത്ര സാരമുള്ളതല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് കൂടുതൽ ആളുകൾക്കൊന്നും പരിക്കേറ്റിട്ടില്ല. പക്ഷേ ഈ കടയിലുണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും കത്തി നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോഴും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല. അകത്ത് തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. എന്തായാലും തീ കെടുത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട്. ജില്ല ബേഡകം കുണ്ടംകുഴിയിലാണ് വൻ തീപിടുത്തമുണ്ടായത്. തീ ഇപ്പോഴും കെടുത്താനുള്ള ശ്രമം തുടരുകയാണ്. KV ബൈജുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ ഇടുക്കി നെടുങ്കണ്ടത്ത് പെട്രോൾ പമ്പിലെ അറ്റകുറ്റപ്പണികൾക്കിടെ ആലപ്പുഴ സ്വദേശിയായ യുവാവ് മരിച്ച സംഭവത്തിൽ പിതാവ് ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകി. കരാറുകാരൻ തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ല എന്നാണ് പിതാവിന്റെ ആരോപണം. ഈ മാസം 8-നാണ് നെടുങ്കണ്ടം HP പെട്രോൾ പമ്പിൽ ഇലക്ട്രിക് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കെ സ്കഫോർഡ് മറിഞ്ഞു വീണ് ചേർത്തല കരിക്കാട് ജെബിൻ മരിച്ചത്. കൂടെയുണ്ടായിരുന്ന മറ്റൊരു യുവാവിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. സംഭവത്തിൽ നെടുങ്കണ്ടം പോലീസ് കേസെടുക്കാൻ വിമുഖത കാട്ടിയതായും കേസുമായി മുന്നോട്ടു പോയാൽ യാതൊരു പ്രയോജനവുമില്ല എന്ന് പോലീസ് പറഞ്ഞതായും ജെബിന്റെ പിതാവ് ബെന്നി SP-ക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. കരാറുകാരന്റെ അശ്രദ്ധയും അലംഭാവവും മൂലമാണ് തനിക്ക് മകനെ നഷ്ടപ്പെടാൻ ഇടയാക്കിയതെന്നും പിതാവ് ആരോപിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ SI പറഞ്ഞു ഈ പരാതി ഇവിടെ വന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ പറഞ്ഞുകൂടിയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് നേരെ SP-ക്ക് പരാതി കൊടുക്കുകയായിരുന്നു. SP-ക്ക് പരാതി കൊടുത്തപ്പോൾ SP അന്നേരം തന്നെ സ്വീകരിച്ച് DYSP-ക്ക് കൈമാറി. ഭാരം കുറഞ്ഞ പൈപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ച സ്കഫോർഡിന് ആവശ്യമായ നീളമോ ബലമോ ഉണ്ടായിരുന്നില്ല. തൊഴിലാളികൾക്ക് സേഫ്റ്റി ബെൽറ്റും ഹെൽമറ്റും നൽകിയിരുന്നില്ല. അപകടം നടന്ന ശേഷം കോൺട്രാക്ടറുടെ പ്രതിനിധികൾ സംഭവസ്ഥലത്ത് സേഫ്റ്റി ഉപകരണങ്ങൾ കൊണ്ടുവയ്ക്കുകയായിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. തൊഴിലാളികൾക്ക് ESI-യും PF-ഉം പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസും എടുക്കേണ്ട ഉത്തരവാദിത്വവും കോൺട്രാക്ടർക്കുണ്ട്. എന്നാൽ ഇവയൊന്നും പാലിച്ചിട്ടില്ല. ഇവയൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമാക്കണമെന്നും നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരെ കേസന്വേഷണത്തിൽ നിന്നും ഒഴിവാക്കണമെന്നും പരാതിയിൽ പറയുന്നു. പിതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസിന്റെ അന്വേഷണം കട്ടപ്പന DYSP-ക്ക് കൈമാറി. ന്യൂസ് 18 ഇടുക്കി. നഗരസഭയുടെ പേരിൽ സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് തുടങ്ങി ഓണം ഫെസ്റ്റിന്റെ പണം പിരിച്ചതിന് പുനലൂർ നഗരസഭാ മരാമത്ത് സ്ഥിരം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെതിരെ നടപടി. പിരിച്ചെടുത്ത പണം 15 ദിവസത്തിനകം തിരിച്ചടയ്ക്കണമെന്ന ഉത്തരവിട്ടു. കൊല്ലം പുനലൂരിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയ ഓണാഘോഷത്തിന് അലങ്കാര ലൈറ്റുകൾ സ്ഥാപിച്ചതിനും ഓണം ഫെസ്റ്റ് നടത്തിയതിനും വേണ്ടി നഗരസഭയുടെ പേരിൽ സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് തുടങ്ങി പണം പിരിച്ചതിനാണ് LDF പാർലമെന്ററി പാർട്ടി ലീഡറായ ബിനോയ് രാജനെതിരെ നടപടി. തിരുവനന്തപുരം സ്വദേശി മുരളീധരൻ പിള്ള നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഓംബുഡ്സ്മാന്റെ നടപടി. പരാതിയിൽ വാസ്തവമുണ്ടെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് ബിനോയ് രാജൻ പിരിച്ചെടുത്ത പണം 15 ദിവസത്തിനകം തിരിച്ചടയ്ക്കാനും ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് PD രാജൻ ഉത്തരവിട്ടു. ഓണം ഫെസ്റ്റ് സബ് കമ്മിറ്റി പുനലൂർ മുനിസിപ്പാലിറ്റി എന്ന മേൽവിലാസത്തിലാണ് കാനറ ബാങ്കിന്റെ പുനലൂർ ശാഖയിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയത്. നഗരസഭയുടെ അറിവോ സമ്മതവും ഇല്ലാതെ തുടങ്ങിയെന്ന് കരുതുന്ന ഈ അക്കൗണ്ട് വഴിയാണ് പണം തട്ടിയെടുത്തതായി തെളിഞ്ഞത്. ബാങ്ക് അക്കൗണ്ട് വഴി 2 ലക്ഷം രൂപ ബിനോയ്ക്ക് നൽകിയതായി ബാങ്ക് മാനേജർ മൊഴി നൽകി. പണം തിരികെ ലഭിക്കുന്ന മുറയ്ക്ക് നഗരസഭയുടെ നിർദ്ദേശപ്രകാരം ഉപയോഗപ്പെടുത്താവുന്നതാണെന്നും വിധിയിൽ പറയുന്നു. ഇതിനു മുൻപും സമാനമായ കേസിൽ നടപടി നേരിട്ടുള്ള ആളാണ് ബിനോയ് രാജനെന്ന് UDF കൗൺസിലർമാർ പറയുന്നു. പണം തട്ടിയെടുത്തിട്ടുള്ള ആളുകൾ, മോഷണം നടത്തിയിട്ടുള്ള ആളുകൾ ആ പണം തിരിച്ചടയ്ക്കുന്നതോടുകൂടി ആ കുറ്റം ഇല്ലാതാകുന്നില്ല എന്ന് മാത്രവുമല്ല, തട്ടിപ്പിന് നേതൃത്വം നൽകിയിട്ടുള്ള ആളുകളുടെ പേരിൽ നിയമപരമായി നടപടി സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ ഇതിന് ഒത്താശ ചെയ്തിട്ടുള്ള ചില ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥരുടെ പേരിൽ നിയമപരമായ നടപടി സ്വീകരിക്കേണ്ടത് കൂടിയുണ്ട്. അതേസമയം ഓംബുഡ്സ്മാന്റെ ഉത്തരവിൽ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് UDFന്റെ തീരുമാനം. ന്യൂസ് 18 പുനലൂർ. പട്ടാമ്പി പെരിന്തൽമണ്ണ പാതയിലെ ഏറെ തിരക്കുള്ള കൊപ്പം ടൗണിൽ ഗതാഗത പരിഷ്കാരം നടപ്പാക്കുന്നു. ഇതിനു മുന്നോടിയായി വിപുലമായ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. ശാസ്ത്രീയ പഠനത്തിന് ശേഷം ടൗണിൽ സിഗ്നൽ സംവിധാനം നടപ്പിലാക്കാനും സാധ്യതയുണ്ട്. പട്ടാമ്പി പുലാമത്തോൾ പാതയിലെ ഏറെ തിരക്കുള്ള നഗരമാണ് കൊപ്പം. പാലക്കാട്, ചെറുപ്പുളശ്ശേരി, വളാഞ്ചേരി, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ നിന്നും വാഹനങ്ങൾ വരുന്നതും പോകുന്നതുമായ നഗരമായതുകൊണ്ട് തന്നെ കൊപ്പം ടൗണിൽ ഏത് സമയവും ഗതാഗത കുരുക്ക് രൂക്ഷമാണ്.
ചില സമയങ്ങളിൽ ഗതാഗതക്കുരുക്ക് ജനങ്ങൾക്ക് വലിയ ദുരിതമാണ് ഉണ്ടാക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൊപ്പത്തെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കാണാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. നിലവിലുണ്ടായിരുന്ന സിഗ്നൽ സംവിധാനം നവീകരണത്തിന്റെ ഭാഗമായി എടുത്തു കളഞ്ഞിരുന്നു. വീതിയില്ലാതെ റോഡിൽ സിഗ്നൽ സംവിധാനം സ്ഥാപിച്ചതും പരാതികൾക്കിടവരുത്തിയിരുന്നു. എന്നാൽ റോഡിന് വീതി കൂട്ടിയെങ്കിലും വീണ്ടും സിഗ്നൽ സംവിധാനം സ്ഥാപിക്കുന്നത് ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മതി എന്നാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനം. ഈ മീറ്റിംഗിന്റെ ഒരു തീരുമാനമായിട്ട് ശാസ്ത്രീയമായിട്ട് സിഗ്നൽ സ്ഥാപിക്കാനുള്ള ഒരു പഠനം നടത്താൻ റോഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ താൽക്കാലികമായി പാർക്കിംഗ്, ഈ റോഡ് തിരിഞ്ഞു വരുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്തുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിന് നിയന്ത്രണം ഏർപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ താത്കാലിക ഡിവൈഡറുകൾ സ്ഥാപിക്കും. പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനാവശ്യമായ നടപടികളും ഉണ്ടാകും. അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. ബസ്സുകളുടെ സ്റ്റോപ്പുകളിലും നിയന്ത്രണം വരുത്തും. ഓട്ടോ സ്റ്റാൻഡുകൾ പുനഃക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പരിശോധിക്കാനും യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് 18 പട്ടാമ്പി. പഠന ചെലവുകൾ കണ്ടെത്തുന്നതിനായി പാർട്ട് ടൈം ജോലിയെയും കൃഷിയെയും ഒക്കെ ആശ്രയിച്ച് സമൂഹത്തിന് മാതൃകയാവുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട് നമ്മുടെ നാട്ടിൽ. ഒരേ സമയം കർഷകനായും സംരംഭകനായും മികവ് തെളിയിച്ച ഒരു വിദ്യാർത്ഥിയുടെ വിശേഷങ്ങളാണിനി. അലങ്കാര മത്സ്യങ്ങളെ പരിപാലിക്കുന്ന ഇടുക്കി സേനാപതി സ്വദേശിയായ പോൾസ് ബാബുവിന്റെ വിജയഗാഥ കാണാം. MSW 2ാം വർഷ വിദ്യാർത്ഥിയായ പോൾസ് പഠനത്തിന്റെ തിരക്കുകൾക്കിടയിലും തന്റെ മത്സ്യക്കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ സമയം മാറ്റിവെക്കും. പോൾസിന് അലങ്കാര മത്സ്യങ്ങളോടുള്ള പ്രിയം കുട്ടിക്കാലം മുതൽ ആരംഭിച്ചതാണ്. കൗതുകത്തിന് ആരംഭിച്ച അലങ്കാര മത്സ്യപരിപാലനം പിന്നീട് കാര്യമായി. ഞാൻ ചെറുപ്പം തൊട്ടേ മീനുമായിട്ട് ഭയങ്കര ഒരു എന്താ പറയുക, ഇപ്പോൾ വീട്ടിലാണെങ്കിലും മീന് അക്യൂറിയം ഉണ്ടായിരുന്നു. നേരത്തെ പഴയ വീട് വേറെ ആയിരുന്നു. അവിടെ വെച്ച് അക്യൂറിയം, പാടത്താണേലും മീൻകുളം, അങ്ങനെയൊക്കെ പറഞ്ഞു മീനുമായിട്ടായിരുന്നു ഫുൾ ടൈം. പിന്നെ പെറ്റ്സിനോടൊക്കെ ഒരു നല്ല താല്പര്യം. ഇതാകുമ്പോൾ നമുക്ക് കുറഞ്ഞ ചെലവിൽ നോക്കാൻ പറ്റുന്ന ഒരു പെറ്റാണ്. ഏഞ്ചൽ ഫിഷ്, വൈൽഡ് ടൈൽ, ആരോവന, ബ്ലാക്ക് മോർ തുടങ്ങി സ്വദേശ വിദേശ ഇനങ്ങളിൽപ്പെട്ട നിരവധി അലങ്കാര മത്സ്യങ്ങൾ പോൾസിന്റെ പക്കലുണ്ട്. വെള്ളം ശുചീകരണം അടക്കം വിവിധ ആവശ്യങ്ങൾക്കുള്ള സജ്ജീകരണങ്ങളും പോൾസ് തനിയെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വീടിനെ മനോഹരമാക്കാൻ മത്സ്യക്കുഞ്ഞുങ്ങളെ തേടി പോൾസിന്റെ അടുത്തെത്തുന്നവർ നിരവധിയാണ്. അക്വേറിയം സജ്ജീകരണം, അനുബന്ധ ഉപകരണങ്ങൾ, വെള്ളച്ചാട്ട സജ്ജീകരണം, ഫൗണ്ടൈൻ, ഫിൽട്രേഷൻ സംവിധാനം, മീൻ തീറ്റ, മരുന്നുകൾ തുടങ്ങി വിവിധ സേവനങ്ങൾ ഈ യുവാവ് ഉപഭോക്താക്കൾക്കായി നൽകുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. തൃശൂർ പൂരത്തിന് ഇത്തവണയും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തുന്നതിന്റെ ആവേശത്തിലാണ് പൂരപ്രേമികളും ആരാധകരും. നെയ്തലക്കാവിലമ്മയുടെ തിടമ്പല്ല, ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയാണ് രാമൻ വടക്കുംനാഥനെ വണങ്ങാൻ ഇത്തവണ എത്തുക. തൃശൂർ പൂരത്തിന്റെ പ്രധാന ആകർഷണമാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഇക്കുറിയും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തൃശൂർ പൂരത്തിൽ എത്തുന്നു. ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയാണ് വരുന്നത്. തെച്ചിക്കോട്ടുകാവ് ദേവസ്വം ഭാരവാഹികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാധാരണ ഒരു 14 മുതൽ കുറച്ചു കാലം നെയ്ത്തലക്കാവിന്റെ പൂരവിളംബരമാണ് എടുക്കാറ്. അത് കഴിഞ്ഞ ഇടയിൽ 3-4 കൊല്ലം പൂരവിളംബരം എന്ന് പറയുമ്പോൾ 2 ദിവസത്തെ പൂരം രാമവന്നതിന് ശേഷം 3 ദിവസത്തെ പൂരമാക്കി മാറ്റിയത് 2014 മുതൽ. നമ്മൾ പറഞ്ഞ അർത്ഥമല്ലോ, നമ്മളെന്നെ പ്രൊമോട്ട് ചെയ്യാന്ന് പറയില്ലേ ഇപ്പം. അപ്പോൾ അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്താന്നുള്ളത്. അതൊക്കെ അവരുടെ അവകാശങ്ങളാണ്. ആരാണ്, ഏത് അമ്പലങ്ങളാണോ അവരിൽ നിന്ന് ക്ഷിപ്തമാണ് അത് ആരെ നിയമിക്കണം, മറ്റു കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് 2 വർഷം നമുക്ക് നെയ്ത്തലക്കാവിൻ്റെ തിടമ്പെടുക്കാനുള്ള അവസരം ഉണ്ടായി. ഇപ്പോൾ നെയ്ത്തലക്കാവ് കടകപ്പുറത്തിൻ്റെ നമുക്ക് അനുഭവിക്കുന്ന പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയത്തായിരിക്കും ഒരുപാട് കൂട്ടാണ്. ഇതൊരു ഉത്സവങ്ങളാണ്, പിന്നെ ഇത്തരം ആചാരപരമായ കാര്യങ്ങൾ നടത്തുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഇപ്പോൾ നമുക്കറിയാം. എപ്പോഴും എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്താണ് ആ വിഷയങ്ങൾ വരിക. അത് പൂരങ്ങളുടെ ഏറ്റവും വലിയ പൂരം തൃശ്ശൂർ പൂരമാണ്. അതുകൊണ്ട് ആനകളുടെ ഏറ്റവും വലിയ വിഷയങ്ങൾ വരുമ്പോൾ ആദ്യം അതിനെ ബാധിക്കുക രാമചന്ദ്രനെയാണ്. കാരണം അത് വെച്ചിട്ടുണ്ടെങ്കിൽ തലവെട്ടിയല്ലേ മറ്റേ കടവെട്ടകൾ കിട്ടുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ്. അത് എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. ഒരുപാട് പേർക്ക് മനസ്സിലായി വരുന്നുണ്ട്. ഇപ്പൊക്കെ എല്ലാവരും കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് മൊത്തത്തിൽ ഈ കേസുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നിയന്ത്രിച്ച് പോകുന്നത്. ഇപ്പം എല്ലാവർക്കും അതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. തൃശ്ശൂർ പൂരം പങ്കെടുക്കാൻ വളരെ സന്തോഷമാണ് ദേവസ്വത്തിനും നാട്ടുകാർക്കും എല്ലാവർക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അത് വേണ്ടാന്ന് മറ്റേ ചെമ്പുകാവിൻ്റെ മറ്റേ എന്താ പറയുക നെയ്ത്തലക്കാവ് അങ്ങനെ ആയിരിക്കും. കാരണം അവരോട് സംസാരിച്ചു അവർ വളരെ നമ്മളായിട്ട് അത്ര അടുത്ത് നിൽക്കുന്ന അമ്പലമാണ്. നമ്മളത്രയും ബന്ധമുള്ളതാണ്, വളരെ അടുത്ത് കേൾക്കണതല്ലേ.
അത് കഴിഞ്ഞ് അടുത്ത് നിൽക്കുന്ന 2-3 അമ്പലങ്ങളും കിടക്കപ്പുറങ്ങളും നമ്മളെ ബന്ധപ്പെട്ടിരുന്നു. എന്തോ അവിടുത്തെ അവരുടെ തമ്മിലുള്ള ധാരണപശക്കാർ വേറെ ആനകളെ ഏൽപ്പിച്ചതൊക്കെ കാരണം അവർ വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ചെമ്പൂക്കാവ് ഇങ്ങനെ ആന്ന് പറഞ്ഞ് നമ്മുടെ തീരുമാനം തന്നത്. നമ്മളപ്പോൾ ഓക്കെ പറഞ്ഞു. നമ്മളെ സംബന്ധിച്ച് ദൂരം വളരെ എടുത്താവും ചെയ്തു. മറ്റേ തിരക്കുകൾക്ക് മുന്നേ പോരും ചെയ്യാം. അപ്പോൾ ആന ജനങ്ങളുടെ എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ സാമൂഹ്യ ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ 2 ദിവസമായിട്ട് ആന ഇല്ലാത്തതിന്റെ പേരിൽ നടക്കുന്ന ആ കോലാഹലങ്ങളൊക്കെ നമുക്ക് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇപ്പം നമ്മൾ പറഞ്ഞ ഇതിന്റെ അവരാണ് അതിന്റെ കിടക്കപ്പുറങ്ങൾ തീരുമാനിക്കേണ്ടത്, അവരാണ് തീരുമാനം എടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ആളുകൾ ഇതൊക്കെ അറിഞ്ഞിങ്ങനെ നമ്മളതിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും കുറ്റം പറയേണ്ടതല്ല കേട്ടോ, അവരുടെ ആകാംക്ഷ കൊണ്ടും ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ഇതാണ് അതിന്റെ പ്രശ്നം. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ഇത് പറയാ, ആന വരുമ്പോൾ ഇപ്പോൾ ഭാരവാഹികളെയൊക്കെ കൂടുതൽ ഇതിൻ്റെ നിയന്ത്രണം ചെയ്യുന്ന ഉദ്യോഗസ്ഥ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരിക്കാം. കാരണം അവരുടെ ജോലി കൂടുതലും തിരക്ക് വരുമ്പോൾ ഉണ്ടാവും. അതിപ്പോൾ ഒരു പ്രധാനമന്ത്രി വരുമ്പോൾ അതിൻ്റെ തിരക്കുണ്ടാവുമല്ലോ, മുഖ്യമന്ത്രി വരുമ്പോൾ അതിൻ്റെ തിരക്കുണ്ടാവും. അതെല്ലാവർക്കും ഉണ്ടാവും. അത് കാരണം അത് വരുന്നത് ആളുകളുടെ പ്രധാനം അനുസരിച്ച് അതിനെ നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ടുണ്ടാവും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്ലാസ് റൂമുകൾ കീഴടക്കുന്ന കാലമാണിത്. സ്കൂളുകളിൽ ഇനി റോബോട്ടുകളും ഏറെ വൈകാതെ കുട്ടികളെ പഠിപ്പിക്കും. മലപ്പുറം പെരിന്തൽമണ്ണ പാതായിക്കര AUP സ്കൂളിൽ റോബോട്ടിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പ്രദർശനം ഇതിന്റെ എല്ലാം തുടക്കമായി വേണം കാണാൻ. കുട്ടികൾക്കെല്ലാം ആദ്യം റോബോട്ടിനെ കണ്ടപ്പോൾ കൗതുകമായിരുന്നു. പിന്നെ അവരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ തുടങ്ങിയതോടെ റോബോ ചെങ്ങായിയായി മാറി. പെരിന്തൽമണ്ണ പാതായിക്കര AUP സ്കൂളിലെ റോബോ എക്സ്പോ എല്ലാവർക്കും വേറിട്ട അനുഭവമായിരുന്നു. അടുത്ത അധ്യയന വർഷം മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും റോബോട്ടിക് ടെക്നോളജിയുടെയും പഠന ക്ലാസുകൾ ആരംഭിക്കുമെന്ന് സ്കൂൾ മാനേജർ സുനിൽ ചെമ്പത്ത് പറഞ്ഞു. മുഴുവൻ കുട്ടികൾക്കും AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ റോബോട്ടിക്സ് തരംഗം പഠിപ്പിക്കുക എന്നതുകൂടി ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മൾ പുതിയ ഒരു ലക്ഷ്യത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നാം കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു റോബോട്ട് കുട്ടികളുടെ മുഴുവൻ ഒരു സന്തോഷത്തിനും അതുപോലെ രക്ഷിതാക്കൾക്കും എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. തുടർന്നും ഇതുമായി ബന്ധപ്പെട്ട് മുഴുവൻ കുട്ടികൾക്കും പഠനത്തിന് കൂടി അവസരം നൽകുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരം STEM റോബോട്ടിക് ഇന്റർനാഷണൽ വികസിപ്പിച്ചെടുത്ത റോബോട്ടാണ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തത്. പെരിന്തൽമണ്ണ നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ K ഉണ്ണികൃഷ്ണൻ എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KT കുഞ്ഞുമൈദു, സ്കൂളിലെ പ്രധാനാധ്യാപകൻ AP ഷിബു തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു. ഇന്ന് സംസ്ഥാനത്തും കേരളത്തിലും ഇന്ത്യയിലുമെല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പഠന സമ്പ്രദായമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു കുട്ടി പുറത്തിറങ്ങുമ്പോൾ ആ കുട്ടിക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും റോബോട്ടിക് ടെക്നോളജിയെയും കുറിച്ചുള്ള ഒരു അവബോധമുണ്ടാക്കാൻ കുട്ടികൾക്ക് കഴിയും. അതിലൂടെ കുട്ടികൾക്ക് ശാസ്ത്രബോധമുണ്ടാക്കാനും അത് ലഹരിയായി മാറി അവരുടെ ലഹരി ഒരു ശാസ്ത്രബോധ ലഹരിയായി മാറാൻ കുട്ടികൾക്ക് കഴിയും. അടുത്ത അധ്യയന വർഷം പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികളെ റോബോട്ടായിരിക്കും പാതായിക്കര AUP സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുക. ന്യൂസ് 18 മലപ്പുറം. ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരിയാക്കാമെന്ന സന്ദേശവുമായി പാലക്കാട് കുമ്പിടിയിൽ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന് തുടക്കമായി. കുമ്പിടി സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിലാണ് കുട്ടികൾക്കായി ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് നടത്തുന്നത്. ലഹരിക്കെതിരെ പോരാടുക, യുവതലമുറയെ ഫുട്ബോൾ പരിശീലനത്തോടെ ആരോഗ്യപരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക, ദോഷകരമായ പ്രവണതകളിൽ നിന്ന് അകറ്റി നിർത്തുക, ലഹരി വസ്തുക്കളുടെ ഉപയോഗ സാധ്യത കുറയ്ക്കുക എന്നീ ലക്ഷ്യത്തോടു കൂടിയാണ് പാലക്കാട് കുമ്പിടിയിൽ കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുന്നത്. ആനക്കര പഞ്ചായത്തിന് സമീപത്ത് പ്രത്യേകം സജ്ജീകരിച്ച മൈതാനത്താണ് കുമ്പിടി ഇബ്രാഹിംകുട്ടി സ്മാരക ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന് തുടക്കമായത്. 6 മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. അബി പേരസന്നൂർ, ദീപക് പള്ളിപ്പടി എന്നിവരാണ് പരിശീലകർ. ഇന്ന് പുതിയ തലമുറ ഏറ്റവും ബ്രില്യൻ്റായ തലമുറയാണ്. എന്നാൽ ചില വാർത്തകളെല്ലാം നമ്മൾ സിന്തറ്റിക് ഡ്രഗ്സിലൊക്കെ കുട്ടികൾ പോയിപ്പെടുന്ന കാഴ്ച കാണാറുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ഉപയോഗം ഈ തലമുറയെ ബാധിക്കുന്ന എല്ലാ ചില ഒഴിച്ചുകൂടേണ്ട പ്രവർത്തനങ്ങൾ നമ്മുടെ പുതിയ തലമുറയിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിന് കുട്ടികളെ അതിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ
കുട്ടികളെ കൂടുതൽ സ്പോർട്സിലേക്കും അതുപോലെ തന്നെ അത്തരം ആക്ടിവിറ്റികളിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ക്ലബ്ബ് ഇത്തരമൊരു കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. വിഷു, പടക്ക കച്ചവടം, പായസ ചലഞ്ച് എന്നിവയിലൂടെ സമാഹരിച്ച തുക ഉപയോഗിച്ചാണ് 60ഓളം കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.